അൻസിൽ ബ്രോന്റെ ഹൈ ഐറ്റ് ബില്ലിയാർഡ്സ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം വെച്ചാൽ ഒരു ഭയങ്കര രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിസിനസ് കൺസെപ്റ്റാണ്. ഇപ്പം എങ്ങനെയാണ് അൻസിൽ ബ്രോയിലേക്ക് എത്തിയത് ശരിക്കും? എത്തിയെന്ന് പറഞ്ഞാല് ഞങ്ങൾ കോഴിക്കോട് കളിക്കാൻ പോകലുണ്ട് ബില്ലിയാർഡ്സ്. അപ്പം ഫസ്റ്റ് ഹൈലൈറ്റ് മാളിൽ ഇത് കണ്ട് ബില്ലിയാർഡ്സ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ വെറുതെ കളിക്കാൻ കയറി. അപ്പം അങ്ങനെ ഫ്രണ്ട്സായിട്ട് പോയതാണ് നാട്ടിൽ നിന്ന്. അപ്പം നമ്മളെ ഈ ഏരിയയിൽ നിന്ന് ആർക്കും കളിക്കാൻ അങ്ങോട്ട് പോകാനുള്ള റിസ്ക് കൊണ്ട് 24 കിലോമീറ്റർ ഇല്ലേ കോഴിക്കോടേക്ക്. അപ്പോൾ ഇവിടെ നിന്നും അവിടെ പോയപ്പോൾ മഞ്ചേരിയിലെ ടീമിനൊക്കെ ഉണ്ട്. അവരൊക്കെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് എപ്പോഴും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ മഞ്ചേരി, അടവണ്ണപ്പാറ അവിടെ നിന്നൊക്കെ ടീമുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് മലപ്പുറത്ത് ബില്ലിയാർഡ്സ് ക്ലബ്ബായിട്ടില്ല. അതായത് ഫുള്ള് ബില്ലിയാർഡ്സ് ടേബിളായിട്ട് ഗെയിമിംഗ് സെറ്റപ്പുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ ബില്ലിയാർഡ്സ് ക്ലബ്ബായിട്ട് ഇവിടെ ഇല്ല. അപ്പം മലപ്പുറം ജില്ലയിൽ ഒന്ന് ഇട്ടാലോ എന്നുള്ളൊരു ഇതിൽ തുടങ്ങിയതാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. പക്ഷെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് പോയി കളിക്കണം, എനിക്ക് കളിക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് പഠിച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നത്, ഈ ഒരു ഗെയിം ഇങ്ങോട്ട് വരാൻ കാരണം? ഇത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് വലിയ റിസ്ക് ഇല്ലാത്ത കളിയാണ്. തടിയാണ് തടിയാനിക്കാതെ കളിക്കുക. രണ്ട് എന്താ വെച്ചാൽ ഇത് സംഭവം ഒരു റിലാക്സിങ് ഗെയിമാണ്. ഇപ്പോൾ നമ്മൾ 4 ആൾ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിക്ക് ഇപ്പം സംഭവം എല്ലാം ഇങ്ങനെ ഹോളിലേക്ക് വീഴണമെന്നില്ല. നല്ല രസത്തിൽ ചിലത് വീഴാതെക്കും. ആ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ കളിക്കുന്നവരുണ്ട്, പിന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് വരുന്ന രീതിയിൽ കളിക്കുന്നവരുണ്ട്. അപ്പം എന്തായാലും എന്തുകൊണ്ടും ബെറ്റർ ടൈം പാസിന് പറ്റിയൊരു സംഭവമാണിത്. ഈ ഒരു നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കളിക്കാൻ തുടങ്ങിയാൽ ടൈം പോകണത് അറിയില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ഒരു റിലാക്സേഷനും റിലാക്സേഷൻ, ആ ഒരു ആംബിയൻസ്, പിന്നെ എല്ലാവരും ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആ ഒരു തീമും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു തീമിൽ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ടീമിലില്ല. നമ്മളൊരു ഓൾഡ് സ്കൂൾ തീമാണ് പ്ലാൻ ചെയ്ത്. അപ്പോൾ ആ ഒരു ടീമിൽ ഇപ്പോൾ കറൻ്റ്ലി എവിടെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ കളിക്കാൻ ഒരു വൈബ് കിട്ടും എന്നുള്ള ഒരു സാധനം തോന്നി. നമ്മൾ ഇന്നലെ അമ്രാസ് ഖാൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് എന്താ പറയുക, അവിടുത്തെ സ്പീച്ചും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റും അതിൻ്റെ ഇടയിൽ കുറേ കട്ടാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാർജൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം രാത്രി 12 മണിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ അതിന് പോലെ പരിപാടി. അപ്പോൾ ഇവരൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വീക്കെൻഡ് പ്രൈമില്. അപ്പോൾ ഓരോരു ഇവന്റ് നടത്തേണ്ടവർ, അതായത് റണ്ണിങ്ങും സ്വിമ്മിങ്ങും അതേപോലെ ഇവിടെയുള്ള ഗെയിമൊക്കെ ആയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മളും അങ്ങനെ ചങ്ങന്മാരായിട്ട് ഇങ്ങനെ വരാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ വരണം. ഇന്നലെ രാത്രി വൈകി ഉറങ്ങിയത്, പിന്നെ ഉറക്കം കിട്ടിയില്ല. രാവിലെ നീച്ച് കുറച്ച് ലേറ്റായി, വണ്ടിയൊക്കെ ഒപ്പിച്ചാണ്ട് പിന്നെ നേരെ പോന്നിക്കാണ്. അപ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവും, എന്താ പറയുക, ഉറക്കം കിട്ടാതെയാണ് ഇത് കളിക്കണത്. ഫോട്ടും കാര്യങ്ങളൊക്കെ ഒരു കഥയാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ്. കാരണം നമ്മളെ അതേ മൈൻഡ് സെറ്റുള്ള ഇതേപോലത്തെ ഫുള്ള് ആ ഒരു ഡ്രൈവുള്ള ഹൈ ഏജൻസി ഉള്ള ആൾക്കാരൊപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, അത് ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഫസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് നമ്മൾ റൺ ചെയ്ത് 3 കിലോമീറ്റേഴ്സ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ റൺ ചെയ്തു, ഒരു ടീം മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പൂളിലേക്ക് പോയി. പൂളിൽ പോയി അവിടെ നമ്മളെന്താ കളിച്ചത്, എൻ്റെ പേരെന്താ, പൂളിൽ പോയിട്ട് വോളിബോൾ വരുത്തൊരു സാധനം എല്ലാവരും ടീമിട്ടാണ്ട് കളിച്ചാലൊന്നും അറിയില്ല, പക്ഷെ നല്ല വൈബ് വരും. അത് കഴിഞ്ഞാണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഡ്രസ്സ് ഇട്ടാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു, ബില്ലിയാർഡ്സിലേക്ക് വന്നു. പക്ഷെ ഇന്നത്തെ പരിപാടിൻ്റെ തുടക്കമാണ് ഇവിടുന്ന്. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് റണ്ണിങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൽ പോകും, പിന്നെ നമ്മൾ ബില്ലിയാർഡ്സ് കളിക്കാൻ പോകും. കളിച്ചുകൊണ്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ടിൽ കറങ്ങാം. ഓൾറെഡി കുറച്ച് ലൈറ്റ് ആയി കിട്ടോ. Gadget, polo jacket, matching, poke out, matching, that's on logo, truck and handle, photo gadget. കുറേ കാലമായി ഓട്ടത്തിൻ്റെ ഫീൽഡൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഫുള്ള് ജിമ്മും വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 3 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ നല്ല കിടക്കുന്നുണ്ട്, ശ്വാസം കിട്ടുന്നില്ല മര്യാദ. ഞാൻ 7 റൗണ്ടും പിന്നെ നടത്തും. ഞാൻ കുറേ ഓടിയിട്ട് മൊത്തം 8 റൗണ്ട് അല്ലേ? മൊത്തം 8 റൗണ്ട്. ഇഷാം ചേട്ടാ ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യും. ജസ്റ്റ് ഇല്ല മോനെ, തൊടയുള്ളൂ. ടേൺ ചെയ്യുക, ക്യാച്ച് ചെയ്യുക. 2 3 4 കാർ ചേഞ്ച് ചെയ്തു. 1 2 ടൈറ്റടേ 3 4 ചേഞ്ച് ചെയ്തു. നേരെ ഇൻസൈഡിലേക്ക് കേട്ടോ. 1 2 3 4
അപ്പോൾ ഓട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇനി ഇത് കഴിഞ്ഞാൽ പൂളിൽ പോകണം. ദിസ് ഈസ് അവർ മോഡേൺ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക്. അമൽ പേപ്പറാ? പേപ്പറല്ല, പേപ്പറും വുഡും മിക്സ് ആക്കിയത് സംഭവം. വിശാലില്ല പേരടക്കം എഴുതിയിട്ടുണ്ട്. ദിശാം 641 കാലറി, പ്രോട്ടീൻ 21 ഗ്രാമുണ്ട്. കാർബൺ 19, ഫൈബർ 14, മെയിൻ്റനൻസ്. ഷാംപെയിൻ പൊട്ടിച്ച് റിവ്യൂ പറയട്ടോ. ബോളാണ് റോഡ് ബോൾ റബ്ബല ബ്രാൻഡിന്റെ പേരാണ്. നല്ല പേരാണ്. എന്നെ കൊള്ളാം. മൊത്തത്തിലുള്ള പരിപാടി പറയും. ഓട്ടം മൊത്തത്തിൽ പരിപാടി ഇനി ബാക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ കിടക്കണുള്ളൂ. പക്ഷെ ഇതുവരെ അടിപൊളി നൈസാ. ചെക്കന്മാരും അടിപൊളിയാണ്. ഫുഡ് ഓട്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അറിയില്ല. ഇത്ര ലുക്കിലേ. ഗൈസ്, ഐ ആം സോ വെറ്റ്. അപ്പോൾ ഞാനെന്താ ഇവിടെ ഇങ്ങനെ നനഞ്ഞിരിക്കണത് നിങ്ങൾക്ക് അറിയോ? അങ്ങോട്ട് നോക്കും. അപ്പോൾ നമ്മൾ പൂളിലാണ്. അപ്പോൾ ഞാൻ നേരെ ചാടട്ടെ. Going back to Honolulu just to get that Maui Wowie, that Maui Wowie. Going back to Honolulu just to get that Maui Wowie, that Maui Wowie. ബാക്കി നോക്കിക്കോളും. എന്തൊക്കെയാ Hi guys, good morning. മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പ്രൂഫ് ഓഫ് എന്താ പറയുക, പീസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ യങ് ഏജിൽ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ടും ഭയങ്കര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, ലിറ്ററലി ഇൻസ്പിറേഷൻ. നമ്മുടെ മുപ്പര് ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരാളാണ്. അഡ്മിഷൻ എടുക്കാൻ പക്ഷേ മുപ്പര് ആകുന്ന ഡിസിഷൻ, ഞങ്ങളുടെ ഡിസ്കഷൻ വന്നു. മുപ്പര് എന്നെ സ്വന്തം വിളിയെന്ന് പറഞ്ഞു. അതിന് പോസിറ്റീവായിട്ട് തന്നെ ആ എടുത്ത ഡിസിഷനെ റേറ്റ് ആക്കിയ ഒരാളാണ്. അതായത് മുപ്പര് ഇവിടെ അഡ്മിഷൻ എടുക്കാമെന്നുള്ള ആംഗിൾ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഡിസ്കഷൻ വന്നു. മുപ്പര് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്ത് കൊള്ളാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് കൺസിഡർ വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ റിയൽ ആയിട്ട് ചെയ്ത ഒരാളാണ്. അതായത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. അതിൽ ബോറെടുത്തിൻ്റെ സ്റ്റോറി എല്ലാം മുമ്പിൽ സ്റ്റോറി കഥകളെല്ലാം പറയുന്നുണ്ടാവുക. സ്വന്തമായി ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവുക. അപ്പോൾ എഡെക്സിൻ്റെ തേർഡ് ബാച്ചിലേക്ക് ഇഷ്ടം വന്ന ശേഷം ഞാൻ ആദ്യം തന്നെ വെൽക്കം ചെയ്യാമോ. അപ്പോൾ നമ്മളെ സെഷൻ എടുത്ത് കഴിഞ്ഞു. ഫുള്ളൊരു ഇൻട്രാക്റ്റീവ് കഴിഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഫുൾ ചോദ്യം ചോദിക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് അമ്രാസ് ഖാൻ്റെ ഒപ്പം തന്നെ. അമ്രാസ് ഖാൻ എഡെക്സിൻ്റെ ഓണർ. ഫുഡ് കഴിച്ചിട്ടുള്ള അഭിപ്രായം, ഇത് ഈ റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ, എഡെക്സ് മാത്രമല്ല, ഫുഡ് കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയും. ഉണ്ടല്ലോ, സൂപ്പ് കുടിക്കും. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത് നമ്മളെ പോഡ്കാസ്റ്റാണ്.
മൂപ്പര് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ സംഭവം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് പറഞ്ഞത്. നെക്സ്റ്റ് സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ റിയൽ ആയിട്ടുള്ള അഭിപ്രായം പറയാനുണ്ടോ? ഇത് നോൺ പെയ്ഡ് പ്രൊമോഷൻ അല്ല അവരുടെ. ഫുഡ് എങ്ങനെ ഉണ്ടാവും? ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയൂ. നമ്മൾ പല ഫ്ലേവേഴ്സും ട്രൈ ചെയ്തു. ഇതിൽ ഏതൊക്കെയാണ്? ഒന്ന് ബീഫിൻ്റെ റിബ്സ്, മെക്സിക്കൻ ഷവായി, മെക്സിക്കൻ അൽഫാം, ഷവായി, മന്തി ചിക്കനും. മന്തി ചിക്കൻ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് റിബ്സ്, സെക്കൻഡ് ഷവായി. മന്തി രസമുണ്ട്, നാക്കുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നേരണ വരെ കഴിച്ചു. പിന്നെ ഞാൻ വല്ലാതെ കഴിക്കാത്ത ആളാണ്, വല്ലാതെ പോകില്ല. ഞാൻ ഇതാണ് കൂടുതൽ കഴിച്ചത്, ബീഫാണ് കൂടുതൽ കഴിച്ചത്. ഓക്കെ സെറ്റ്. അനക്കെന്താ ഇഷ്ടപ്പെട്ട്? ബീഫ് നൈസ്. ഏഷ്യൻ തണുത്തിട്ട് പിന്നെ ഫാൻ്റെ സ്പീഡോ കുറച്ചുകൂടെ അല്ല അങ്ങനല്ല അങ്ങനെ ആക്കിയാണ് പോഡ്കാസ്റ്റിന് പറയേണ്ടത്. ഞാനിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ആണ്, നമ്മുടെ ചെറിയ സ്റ്റുഡിയോ. നമ്മുടെ മെയിൻ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ചെയ്യുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. നമ്മൾ സ്റ്റുഡിയോ വെച്ചാണ് സെറ്റ് എടുക്കല്. പക്ഷേ ഇത് ഇവിടെ വെച്ചാണ് എടുക്കുന്നത്. ഇതൊരു ഓഫീസ് തന്നെ വെച്ചാണ് പോഡ്കാസ്റ്റ് കാണാം. അപ്പോൾ അങ്ങനെ പോഡ്കാസ്റ്റ് കഴിഞ്ഞു. ഇത്ര നേരെ ഇരുന്നത് ഞങ്ങൾ രാവിലെ വന്നത് ഏകദേശം 12 മണിക്ക് ഇവിടെ എത്തി. ഇതിപ്പോൾ രാത്രി 9:30 ക്യാമറയിൽ ചാർജും ഇല്ല, ഏതെങ്കിലും നിൽക്കുക സ്പേസ് ഇല്ല, എന്തെങ്കിലും പ്രശ്നം. അങ്ങനെ അവസാനം പോഡ്കാസ്റ്റ് തീർന്നു. അമ്രാശ്കാർക്ക് ഇത് കഴിഞ്ഞൊരു ടർഫ് ഉണ്ട് രാത്രി 9:30 എത്താൻ പറയണം. അപ്പോൾ 9:30 പോഡ്കാസ്റ്റ് കറക്റ്റ് കഴിഞ്ഞത്. 9 നേരെ വണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങൾ. നല്ല രസമാണ് സംഭവം. പക്ഷെ അതേപോലെ അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ആ ഒരു സമാധാനം, ആ ഒരു ടോപ്പ് മിനിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതോടുകൂടി. ഈ ഒരു ലാസ്റ്റ് ബില്ലിയാർഡ്സിലുള്ള കളിയാണ് അവസാനത്തത്. ഇനി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇതേപോലത്തെ ഇനിയും അടിപൊളിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കിഡിലോസ്കി വ്ളോഗുകളായി ഇനിയും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.